എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നല്ലൊരു ദിവസം എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം ഇന്നലെ വന്നൊരു വാർത്തയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാക്സിനെ കുറിച്ച് വന്ന വാർത്ത. ഞാനിപ്പോൾ അത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണമില്ല. എന്റെ പിതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇവിടെ പഠിച്ചു വരികയുണ്ടായി. അതിനകത്ത് ഒരാക്ഷേപം അദ്ദേഹത്തിന് ഞാൻ വാക്സിൻ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, ഇന്നലത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന് നന്മ മാത്രമാണ് നമ്മളെപ്പോഴും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ തുടർന്നും എന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, പല സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല എന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തെറ്റായ വാർത്ത കൊടുത്ത മറുനാടൻ മലയാളി മാപ്പ് പറയുവാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. കാരണം ശരിയല്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം മാക്സിമം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വാക്സിൻ ഉൾപ്പെടെ ഒന്നും കൊടുക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വാർത്ത അതിനെ സാധൂകരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറുനാടൻ മലയാളി മാപ്പ് പറയാൻ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം എന്നെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയും ഇന്നും നിരന്തരമായി പൊതുവേദിയിൽ വന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള വാർത്ത ഉണ്ടാകുവാൻ സാഹചര്യമായത് നിങ്ങളാണ്, നിങ്ങളുടെ വാർത്തയാണ്. ഇത് ഇന്നും തുടരുകയാണ്. ഞാൻ ഇന്ന് ചില വേദികളിൽ ഈ കമന്റ് കണ്ടതുകൊണ്ടാണ് എനിക്ക് പബ്ലിക്കായിട്ട് വന്ന് ഇത് ആവശ്യപ്പെടേണ്ടി വരുന്നത്. നിങ്ങളുടെ മാപ്പ് എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ അത് ഒരു വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ, അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, സമൂഹത്തിനും അറിയാം. അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി ഒരു ക്ഷമാപണം, ഈ ഒരു എന്റെ പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് നീണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്നും തുടരുന്ന ആക്ഷേപങ്ങൾ, എന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് തുടരുന്ന ആക്ഷേപങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു മാപ്പപേക്ഷ വേണം എന്നുള്ളതാണ് പൊതുവായ ഒരു ഒപ്പീനിയൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് മകൻ ചാണ്ടി ഉമ്മൻ MLA. കാലം സത്യം തെളിയിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയൊരു മകനും ഇങ്ങനെയൊരവസ്ഥ വരരുതെന്നും കേരള സമൂഹത്തോടെങ്കിലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ മാപ്പ് പറയണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് ഫേസ്ബുക്ക് ലൈവിലും ചാണ്ടി ഉമ്മൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്ന് ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അദ്ദേഹത്തിന് മരുന്ന് നൽകിയില്ലെന്ന് വരെ പറഞ്ഞു വരുത്തി. കോവിഡ് വാക്സിൻ നൽകിയില്ലായിരുന്നുവെന്നും മറ്റെല്ലാ ചികിത്സകളും ഉമ്മൻചാണ്ടിക്ക് നൽകിയിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യരുതെന്ന് കരുതിയാണ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് ചാണ്ടി ഉമ്മൻ്റെ വിശദീകരണം. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നൽകിയില്ലെന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ മാപ്പ് പറയണം. വാക്സിൻ്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കോവിഷീൽഡ് വാക്സിൻ എടുക്കുന്നവരിൽ അപൂർവമായി രക്തം കട്ടപടയ്ക്കുന്നതുൾപ്പെടെ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാകാമെന്ന ഉൽപ്പാദക കമ്പനി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. വാക്സിൻ ഉൽപ്പാദകരായ അസ്ട്രാസൈനക് UK ഹൈക്കോടതിയിൽ നൽകിയ രേഖകളിലാണ് പാർശ്വഫലങ്ങൾ സ്ഥിരീകരിച്ചത്. പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് വാക്സിൻ വിതരണം UKയിൽ നിർത്തിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന TTS അപൂർവമായി ഉണ്ടാകുമെന്നാണ് കമ്പനി വ്യക്തമാക്കിയത്. വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്ക സംബന്ധമായ പ്രശ്നമുണ്ടായ ജെയിംസ് സ്കോട്ട് എന്നയാളാണ് ആദ്യം കേസിന് പോയത്. പിന്നാലെ ഒട്ടേറെ പേർ കോടതിയെ സമീപിച്ചു. അതേസമയം വാക്സിൻ്റെ ഗവേഷകരായ ഓക്സ്ഫോർഡ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അപൂർവമായി ചിലരിൽ പാർശ്വഫലമുണ്ടാകാമെങ്കിലും കോവിഡ് സൃഷ്ടിക്കുന്ന അപകടം പരിഗണിക്കുമ്പോൾ വാക്സിൻ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യമെന്ന നിലപാടാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ നേരത്തെ സ്ഥിരീകരിച്ചത്. ഏതായാലും ചാണ്ടി ഉമ്മൻ്റെ വിശദീകരണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്ത് വന്നത്.